ഇവന് രക്ഷ പ്രാപിക്കാനുള്ള മാർഗവും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവനിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഒരു മാർഗം ഇതേപോലെ ഇപ്പൊ നമ്മൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ, ഇതാണ് ഒന്നാമത്തെ മാർഗം. എന്താ? ഇവന്റെ അവസ്ഥകളും ഇവന്റെ സ്വഭാവങ്ങളും തിരിച്ചറിയുക എന്നുള്ളതാണ്. ദജ്ജാലിന്റെ അവസ്ഥകൾ ഇന്ന അവസ്ഥകളൊക്കെ ഉണ്ട് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. രണ്ട്, ഇവന്റെ സ്വഭാവം ഇന്നതൊക്കെ ആണ് എന്നും മനസ്സിലാക്കി വെക്കുക. അത് അവനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. രണ്ടാമത്തെ എന്താണ്? അള്ളാഹുൽ അഭയം തേടുക. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുൽ എപ്പോഴും അഭയം, മസീഹ് ദജ്ജാലിനെ ശരണപ്പെട്ട് അഭയം തേടിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തേത് പറയുന്നത് എന്താണ്? സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാടമാക്കുക. അപ്പൊ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാടമാക്കിയവർക്ക് ഇവന്റെ ശരണത്തോട് രക്ഷപ്പെടാൻ സാധിക്കുന്ന. മറ്റൊരു റിവായത്തിൽ അവസാനത്തെ 10 ആയത്തുകൾ എന്ന് മറ്റൊരു റിവായത്തിലുണ്ട്. അതുകൊണ്ട് ആദ്യത്തെയും അവസാനത്തെയും 10 ആയത്തുകൾ മനഃപ്പാടമാക്കിയത് നല്ലതാണ്. നാലാമത്തത് എന്താണ്? അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അവനെ തൊട്ട് അകല, അതായത് അവനെ തൊട്ട് വിട്ടോടുക. അവൻ ഉള്ളോടത്ത് നിൽക്കേണ്ട. അവൻ മദീനത്തും ഹറമിലും ഈ ദജ്ജാല് വരൂല, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയിൽ വരൂല, ഇങ്ങനെയുള്ള ഓരോ മസ്ജിദ് തൂറിൽ വരൂല എന്ന് മനസ്സിലാക്കി അവിടേക്ക് പോവുക. ഏറ്റവും നല്ല മുത്തുനബിയുടെ ഹളറത്തിലേക്ക് പോവുക, മസ്ജിദ് നബവിയിലേക്ക് പോവുക, മദീനയിലേക്ക് പോവുക. ഇങ്ങനെ അവന് വരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വിട്ട് ഓനെ തൊട്ട് ഓടി അകലുക. അതല്ല അവനായിട്ട് മത്സരിക്കാനോ യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല. അവനെ തൊട്ട് ഓടി അകലെ അന്നത്തെ ഇതുള്ളൂ. അവിടെ ധൈര്യം കാണിക്കാനുള്ള ധൈര്യം അള്ളാഹു പറഞ്ഞ, അള്ളാഹുടെ റസൂല് പറഞ്ഞില്ല, അഭയം തേടുക എന്നുള്ളതാണ്. അതായത് അവിടെ പോവുക. അഞ്ചാമത്തെ എന്താണ്? സൽക്രമങ്ങൾ ചെയ്യുക. അതെല്ലാവർക്കും പറ്റും. എന്റെ പ്രിയമുള്ളവർ, ഏറ്റവും വലിയ സൽക്കർമ്മം ഈമാനാണ്. അള്ളാഹുവിനോടുള്ള അള്ളാഹിന്റെ ദാത്തിലുള്ള യഖീൻ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ അള്ളാഹിന്റെ റസൂലിനുള്ള ഈമാനുമാണ്. മുത്തനബിയുടെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഉണ്ടാകാതിരിക്കുക. മുത്തനബിയെ സംബന്ധിച്ച് പൂർണ്ണമായുള്ള വിശ്വാസം ഉണ്ടായിരിക്കും. അതോടുകൂടി സൽക്കർമ്മങ്ങൾ, മറ്റുള്ള കർമ്മങ്ങൾ, അമാലു സ്വാലിഹാത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ല അമലുകൾ ചെയ്യുക. മനസ്സിലാവുണ്ടാകും. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുക. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഖത്തം അത് സാവധാനാണെങ്കിലും തീർക്കുക. ഇതൊക്കെ എന്തുണ്ട്? ഇങ്ങനെ സൽക്രമങ്ങൾ, മുത്തുനബിയുടെ സ്വലാത്ത്, തസ്ബീഹാത്തുകൾ, ദിക്റുകൾ, ദിക്റിന്റെ ഹൽക്കകൾ, ഇൽമിന്റെ മജ്ലിസുകൾ, മഹാന്മാരായ മശായിഖന്മാരുള്ള സഹവാസങ്ങൾ, അവരുടെ തെർബിയത്ത് സ്വീകരിച്ചുകൊണ്ടുള്ള മുന്നേറല്, അവരിൽ മഹാന്മാരായ അല്ലാഹു തആലയുടെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ ആരിഫീങ്ങളുമായി സഹവസിക്കും അവരുടെ കൂടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഇതൊക്കെ ഉണ്ടായാലും അല്ലാഹു തആല എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നുണ്ടായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ദജ്ജാലിന്റെ ശർറിന്റെ ഫിത്ന തൊട്ട് കാത്തു സംരക്ഷിക്കുമെന്ന് ഹദീസുകൾ എടുത്ത് നോക്കി കാണാൻ സാധിക്കും.